പൈലറ്റിന്റെ മരണം സ്ഥിരീകരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതിന് ത്രസ്റ്റ് നഷ്ടപ്പെട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് ഉയരാൻ കഴിയാതെ പോയതാണ്. എന്താണ് അതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ച് ഇനി കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തായാലും അൽ മക്തൂം വിമാനത്താവളത്തിൻ്റെ സമീപത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കുതിച്ചുയരുകയും പെട്ടെന്ന് താഴേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന അത്തരം ഒരു പ്രദർശനത്തിൻ്റെ ഭാഗമായി അത്തരം രീതിയിൽ വിമാനം പറത്തുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. പൈലറ്റ് കൊല്ലപ്പെട്ടു എന്നത് തന്നെയാണ് ഈ അപകടത്തിൽ പൈലറ്റിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്ന വിവരമാണ്. ബസന്ത് ഉണ്ട്. ബസന്ത്, അത് സ്ഥിരീകരിക്കുകയാണോ? ശരി, ബസന്തിലേക്ക് ഉടനെ വരാം. ഇതാണ് ദൃശ്യങ്ങൾ. ഇന്ത്യയുടെ തേജസ് MK വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ നടന്നു വന്ന അൽ മക്തൂം വിമാനത്താവളത്തിനോട് ചേർന്ന് നടന്നു വന്ന പ്രദർശനത്തിലാണ്, എയർ ഡിസ്പ്ലേയിലാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ബസന്ത്, പൈലറ്റിന്റെ മരണം സ്ഥിരീകരിക്കുകയാണോ? പൈലറ്റ് കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വ്യോമസേന അറിയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 72 മണിക്കൂറിനുള്ളിൽ അന്വേഷണം, 3 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സംഭവ സ്ഥലത്ത് UAE അധികൃതരുമായി ചേർന്ന് വ്യോമസേനയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ഇതില് ഒരു അട്ടിമറി സംശയം ഇല്ല എന്നുള്ള സൂചനകളാണ് വ്യോമസേനാ വൃത്തങ്ങൾ നൽകുന്നത്. അതേസമയം UAE ചേർന്നുള്ള ഒരു അന്വേഷണം ഇപ്പോൾ അവിടെ വ്യോമസേനയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അതായത് ആ സംഭവ സ്ഥലം, വിമാനം പാർക്ക് ചെയ്തിരുന്ന മേഖല, ഇന്നലത്തെ ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണം, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ ഒരു സംയുക്ത അന്വേഷണം ഇപ്പോൾ UAE-യിൽ നടക്കുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ തൽക്കാലം അട്ടിമറിയുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇല്ല എന്ന് മാത്രമേ ഇവർ പ്രാഥമികമായി പറയുന്നുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു ഫൗൾ പ്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അത് ഇപ്പോൾ തള്ളിക്കളയുന്നു എന്ന് മാത്രമാണ് അവർ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് വിമാനം ഒരു ഒരു മെനുവറിലേക്ക് പോകുമ്പോൾ, ആൾട്ടിറ്റ്യൂഡ് മെനുവറിലേക്ക് പോകുമ്പോൾ, അതായത് കുത്തരെ മുകളിലോട്ട് പോയി റിവേഴ്സിൽ ലൂപ്പിൽ കറങ്ങി വരുന്ന ഒരു ഘട്ടത്തിൽ വിമാനത്തിന്റെ ആ ഒരു ത്രസ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തകർന്ന് വീണതാവാം എന്നുള്ളതാണ്. പൈലറ്റിന് ആ സമയം മുകളിലേക്ക് അല്ലെങ്കിൽ എജക്ട് ചെയ്ത് പോകാനുള്ള ഒരു അവസരം ലഭിക്കാത്ത തലത്തിൽ വിമാനം വളരെ താഴ്ന്നാണ് വന്നത്. അതായത് ഏകദേശം 500 അടിയിൽ തന്നെ താഴെയായിരുന്നു വിമാനം എന്നുള്ള വിവരമാണ് ദുബായിലെ എയർ ഷോയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്നത്. അപ്പോൾ വളരെ താഴ്ന്നു പറഞ്ഞപ്പോൾ വിമാനം എജക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പൈലറ്റിനെ എജക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. വിമാനം പറത്തിയിരുന്നത് വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു IAF പൈലറ്റാണ്, ടെസ്റ്റ് പൈലറ്റാണ്, വിംഗ് കമാൻഡർ ആണ്. അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വിട്ടിട്ടില്ല. ഏകദേശം 1500 മണിക്കൂറോളം പറക്കൽ തന്റെ ഇതിലുള്ള ഒരാളാണ്, ഒരു ഫ്ലൈയിങ് അവേഴ്സ് ഉള്ള ഒരു ആളാണ് ഈ വിമാനം പൈലറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ നിന്നും വിമാനം ഇജക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് മാത്രമേ നമുക്കിപ്പോൾ ഇതിൽ നിന്നും ഊഹിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന്, ഈ ഗ്രൗണ്ട് കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. അതായത് പരിക്കുകൾ കാഴ്ചക്കാർക്കോ മറ്റാൾക്കാർക്കോ ഉണ്ടായിട്ടില്ല. അവിടെ നിന്നും എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട് സ്ഥലത്ത് നിന്നും. ഇതിൽ 2 കാര്യങ്ങളാണ്. വ്യോമസേന ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. അതായത് പൈലറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അപകടത്തിൽപ്പെട്ട വിമാനം കഴിഞ്ഞ 19-ാം തീയതി, 2 ദിവസം മുൻപ് അവിടെ ഈ ഷോയിൽ പറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ANA നൽകുന്നത്. ഈ വിമാനമാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദർശനത്തിൻ്റെ അവസാന ദിനമായിരുന്നു ഇന്ന്. വളരെ നല്ല രീതിയിൽ ഇന്ത്യയുടെ വിമാനങ്ങളും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെ ഈ എയർ ഷോയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു. അതിൻ്റെ അവസാന ദിവസമാണ് പക്ഷേ നിർഭാഗ്യകരമായി ഇങ്ങനെയൊരു അപകടം സംഭവിച്ചതെന്നാണ്. ഈ അപകടത്തിൽ പൈലറ്റിന് ജീവൻ നഷ്ടമായി എന്നതാണ്. ഇനി പൈലറ്റിൻ്റെ പേരുവിവരങ്ങളടക്കം പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ.